ഹായ് ഫ്രണ്ട്സ്, ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതുന്നവരുടെ ശ്രദ്ധയ്ക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എങ്ങനെ പഠിക്കും, അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി റിവിഷൻ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസിനകത്ത് കുറച്ചെങ്കിലും നമുക്ക് കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഏത്, നമ്മൾ അധികം ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിന് തയ്യാറെടുത്തുകൊണ്ട് തുടങ്ങിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരിക്കലും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബേക്കിൽ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ കട്ട് ഓഫ് വരികയാണെങ്കിൽ മാക്സിമം പോയാൽ 70 കട്ട് ഓഫ് വരും. അപ്പോൾ 70 മാർക്കിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള പോർഷനിലുണ്ട്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയി പഠിച്ചതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തൊട്ടാൽ മതി. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ എക്സാമുകൾക്കും പഠിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്. അതായത് നമ്മുടെ ഏതാണ് ഡിഫൻസ്, പ്രതിരോധ മേഖല, അതുപോലെ തന്നെ നമ്മുടെ സ്പേസ്, ISROയുടെ ആ സിസ്റ്റം, ആ പദ്ധതികൾ, പുതിയ പദ്ധതികൾ, അതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു മേഖലയിൽ നിന്ന് മാർക്ക് കിട്ടും. മാക്സിമം പോയാൽ ഒരു 5 മാർക്കല്ലേ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പോർഷൻസ് നമ്മൾ ഓൾറെഡി പ്രിലിംസിന് പഠിച്ച കാര്യങ്ങളുണ്ട്. അതിനകത്ത് വരുന്നതാണ് എൻവയോൺമെന്റൽ സയൻസ്, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി, അതെല്ലാം അതിനകത്തൊക്കെ വരുന്നതാണ്. പിന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് എന്തായാലും സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സും പഠിക്കും. അതുകൊണ്ട് ഡിഗ്രി പ്രിലിംസ് പഠിക്കുന്ന ആൾക്കാർ ഒരിക്കലും സയൻസ് ആൻഡ് ടെക്നോളജി കണ്ടിട്ട് പേടിക്കേ വേണ്ട. ബാക്കിയുള്ളതെല്ലാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ പ്രിലിംസിന്റെ കട്ട് ഓഫ് കടന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് പ്രിലിംസിന്റെ എന്താണ് മെയിൻസ് ആണെങ്കിൽ ഓക്കെ. പക്ഷേ LDC മെയിൻസ് പഠിക്കുന്ന ആൾക്കാർ സിലബസിന്റെ ഓരോ മുക്കും മൂലയും അരിച്ച് പഠിക്കുന്നെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ ഡിഗ്രി പ്രിലിംസുകാർക്ക് കട്ട് ഓഫ് കടന്നാൽ മതി. സോ സയൻസ് ആൻഡ് ടെക്നോളജിന്റെ ആവശ്യമുള്ള പോർഷൻസ് മാത്രം എടുത്തതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കട്ട് ഓഫ് കടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രിപ്പറേഷൻ കുറവുണ്ടോ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പിന്നെ അത് പിൻ ചെയ്തിട്ടേക്ക് മാക്സിമം എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആ പിൻ ചെയ്ത മെസ്സേജ് കൂടി ഒന്ന് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല എങ്കിൽ നിങ്ങൾ എൻ്റെ ടെലഗ്രാം ചാനലുണ്ട്, PSC ബേസിക്സ് എന്നാണ്, സെർച്ച് ചെയ്ത് അതിനകത്ത് ജോയിൻ ചെയ്യുക. അന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പിന്നെ അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, മെസ്സേജ് ഇടാം. ഓക്കെ, അവിടെ ഞാൻ മെസ്സേജ് തരാം, നിങ്ങളെ ഇൻഫോം ചെയ്യാം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ മാക്സിമം തെറ്റ് വരുത്താതിരിക്കാൻ ഇനിയുള്ള സമയങ്ങളിൽ ഞാനും ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നിങ്ങളും ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ മാക്സിമം ബെസ്റ്റ് ലെവലിൽ ഞാനും ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർന്നുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സുകൾക്ക് ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.